ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മറൈൻ അക്വേറിയത്തിൻ്റെ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ചുമ്മാ പോയായിരുന്നു എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണാനായിട്ട്. കുറേ മീനുകളൊക്കെ ഉണ്ട്. കടലിൻ്റെ അടിയിൽ കാണുന്ന ടൈപ്പ് മീനുകളാണ് എല്ലാം. നമ്മൾ കാണാത്തതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള മീനുകളാണ്. കണ്ടത് മീൻസ് നമ്മൾ ഈ ടി വിയിലും ഈ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് മീനുകളും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. കാണാത്ത ടൈപ്പും ഉണ്ട് ഒത്തിരി. കുറേ മരം പോലെയൊക്കെ ഇരിക്കുന്ന മീനുകളുണ്ട്, കുറേ കളർഫുൾ മീനുകളുണ്ട്. കളർഫുൾ മീനുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു, കുഞ്ഞു മീനുകൾ. ഇതൊക്കെ ചില ഈ മരക്കഷ്ണം പോലെയുണ്ട് കാണാനായിട്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മീനുകളായിരുന്നു എല്ലാം കാണാനായിട്ട്. പിന്നെ വിചാരിച്ച അത്രയും ഒരു വലിയൊരു സെറ്റപ്പൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പാണ്. വലിയ ടണൽ എൻട്രിയോ അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒരു 150 രൂപയാണ് എൻട്രി ഫീ. അതിന് മുതലാവുമെന്ന് ചോദിച്ചാൽ ഓക്കെ. പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അവന് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, മോന്. അവൻ നല്ല എൻജോയ് ചെയ്തു. പിന്നെ വലിയ മീനൊക്കെ അടുത്തേക്ക് വരുമ്പോൾ പുള്ളിക്ക് ഇത്തിരി പേടിയായിരുന്നു. കുഞ്ഞു മീനെയൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഗ്ലാസിൻ്റെ ആണോ അതോ വെള്ളത്തിൻ്റെ ആണോ എന്നറിയില്ല, ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് സൺഡേ ആണ്, അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അവന് ഈ കൊച്ചു മീനുകളെയാണ് വലിയ ഇഷ്ടമായത്. വലിയ മീനുകൾ അടുത്തേക്ക് വരുമ്പോൾ പുള്ളിക്ക് ചെറിയൊരു പേടിയായിരുന്നു. പിന്നെ മത്സ്യകന്യകയ്ക്ക് പകരം മത്സ്യകന്യകനുണ്ടായിരുന്നു അവിടെ. പുള്ളി ഇങ്ങനെ ചുമ്മാ പിള്ളേർക്ക് ഹായ് ബൈ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം മൊത്തത്തിലൊരു ക്ലിയർ അല്ലാത്തൊരിതായിരുന്നു. അത് മീനുകളൊക്കെ കിടന്നിട്ടാണോ അതോ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകതയാണോ എന്തോ അറിയില്ല. ഈൽ ടൈപ്പ് മീനൊക്കെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഈൽ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ ഫിഷുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആരോ മീനിൻ്റെ എക്സ്പോ കഴിഞ്ഞിട്ട് പിന്നെ കയറുന്ന ഇതുപോലത്തെ കുറേ പൂക്കളും ബട്ടർഫ്ലൈസും വണ്ടും ലേഡി ബഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വർക്ക് ചെയ്യണ പോലെ ആക്കി വെച്ചേക്കാണ് അവർ. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം. ഇവനെ നേരത്തേക്കൊന്ന് ഇറക്കി വിട്ട് നോക്കി ചുമ്മാ എന്തായിരിക്കും ചെയ്യാമെന്ന് അറിയാനായിട്ട്. പക്ഷേ ആൾ അതൊന്നുമല്ല പിടിക്കാൻ പോണേ. അവിടെ വെച്ചേക്കുന്ന ലൈറ്റൊക്കെയാണ് പിടിക്കാൻ പോണേ, വയറൊക്കെയാണ് പിടിക്കാൻ പോണേ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ജീവനുള്ള പോലെ ഭയങ്കര വലിയൊരു ഗാർഡൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് സെറ്റപ്പ് ചെയ്തേക്കണ കാണാൻ. കൊച്ചും അത്യാവശ്യം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ജീവനുള്ള പോലത്തെ കുറേ മൃഗങ്ങളാണ്. ആന, ഇതുപോലത്തെ ഒരു വലിയ ആമ, അതൊക്കെ കണ്ടാൽ നല്ല ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും. ചെറിയൊരു അനക്കമൊക്കെ ഉണ്ട് അതിനൊക്കെ. ആനയൊക്കെ തുമ്പിക്കൈയൊക്കെ ആട്ടുണ്ട്. ഡൈനോസറുണ്ട്, കടുവയുണ്ട്. അതിനെ കണ്ടിട്ട് ഇവന് പേടിയൊന്നുമില്ല. ഇവന് എല്ലാത്തിനെയും തൊടാൻ ഒക്കെ ഇഷ്ടമാണ്, വലിയ പേടിയൊന്നുമില്ല. നെക്സ്റ്റ് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും റോബോട്ടിക്സാണ്. ഈ മറ്റേ റോബോട്ടിക് ഒരു ഡോഗ് ഉണ്ടല്ലോ, അത് അതിനെ പിള്ളേരെല്ലാവരും പുറകെ നടന്ന് പിടിക്കുന്നുണ്ട്. ഇവനെ ഇറക്കി വിട്ടു, ഇവനും കൂടെ പോയായിരുന്നു. ഇവന് ആദ്യം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അതിങ്ങനെ ഓടിയെടുക്കും. പിള്ളേരെല്ലാം തൊട്ടും പിടിച്ചുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അതൊന്ന് ബാക്കിലേക്ക് ആയപ്പോൾ ആളൊന്ന് ഞെട്ടി. അന്നേരം പിന്നെ കരഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇതെന്തോ ഒരു ഇൻസ്റ്റലേഷൻ പോലെ ഉണ്ട്, എന്ത് സാധനമാണെന്ന് മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് സ്റ്റോൾസൊക്കെയാണ്, കുറേ ഓഫറൊക്കെ വെച്ചിട്ട്